മെത്രാപ്പോലീത്ത ഡാനിയേൽ മാർ ഫിലിക്സ്നോസ് തിരുമേനിയിൽ നിന്നും സ്വീകരിച്ചു. ശമ്മാച്ചനായിരിക്കെ കൽക്കട്ട ബിഷപ്സ് കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 1974 വൈദികനായി. 1975 കോട്ടയം പഴയ സെമിനാരിയിൽ ചരിത്ര വിഭാഗം അധ്യാപകനായി. 1982 തിരുവല്ല MGM സ്കൂളിൽ വച്ച് നടന്ന അസോസിയേഷനിൽ ഫാദർ ഫിലിപ്പോസ് തോമസ് മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1985 മെയ് 15 മാവേലിക്കര പുതിയകാവ് സെയിന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് മറ്റ് 4 പേരോടൊപ്പം ഫിലിപ്പോസ് മാർ യൗസേബിയോസ് മേൽപ്പെട്ട സ്ഥാനം സ്വീകരിച്ചു. തുടർന്ന് തുമ്പമൺ ഭദ്രാസന സഹായ മെത്രാപ്പോലീത്തയായി നിയമിക്കപ്പെട്ടു. കടമ്പകളേറെ പിന്നിട്ടുവെങ്കിലും ആത്മാവിന്റെ പിൻവിളികളെ തേടിച്ചെന്നവന് ഒടുവിൽ ഒരിടമുണ്ടായി. മലങ്കരയെന്ന മഹാമേരുവിലെ പുൽമേടുകളിൽ ഒരുപറ്റം ആടുകളെ നയിക്കേണ്ട ജാഗ്രതയുള്ള ഒരിടയനായി. കരിയിലച്ചാർത്തിന് തീ പിടിച്ച പോലെ തന്റെ വിശ്വാസങ്ങളുടെ ഭൂമികകളിലേക്ക് ഒരാത്മപ്രവാഹമുണ്ടായി. ഒരു മഹാ ഇടയന്റെ ബൃഹത് വഴികൾ. പത്ത് ഇനം ജാതി ചേർന്ന പത്തനംതിട്ടയോ, പത്തനങ്ങളുടെ കൂട്ടമായ പത്തനംതിട്ടയോ, ഉത്തരാധുനികതയിൽ സമ്പന്നരും സംരംഭകരും കുടപിടിച്ചു നിൽക്കെ തന്നെ പരിഷ്കൃത സമൂഹം എത്തിനോക്കാത്ത ഊരുകൾ വരെ. ശബരിമല, പമ്പ, അച്ചൻകോവിലാറ്, നിലയ്ക്കൽ, നിത്യഹരിത വനങ്ങൾ പകർന്നു നൽകുന്ന പ്രകൃതിയുടെ ശുദ്ധസംഗീതം. പത്തനംതിട്ടയുടെ ഒത്ത മധ്യത്തിൽ ഇവയ്ക്കെല്ലാം സാക്ഷിയായി നിലകൊള്ളുന്ന ഹരിതപർവം മാക്കാംകുന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മലങ്കര സഭയുടെ ആധ്യാത്മിക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാക്കാംകുന്ന് സെയിന്റ് ബേസിൽ അരമന. മാർത്തോമാമാരിലൂടെ മലങ്കരയെ ഭരിച്ച പുണ്യരഥന്മാരുടെ ദർശനവും ജോസഫ് മാർ ദിവന്യാസ്യോസ് മലങ്കര മെത്രാപ്പോലീത്ത മുതൽ ഇങ്ങോട്ട് പരിശുദ്ധ സഭ കാത്തുസൂക്ഷിച്ച പൈതൃകവും പരിശുദ്ധ പരുമല തിരുമേനി പോലുള്ള തേജസ്വികൾ പകർന്നു തന്ന ചൈതന്യവും മാക്കാംകുന്നിലെ ബേസിൽ അരമനയെ തുമ്പമൺ ഭദ്രാസനത്തിന്റെ നിതാന്ത കേന്ദ്രമാക്കി തീർത്തു. 1991 ഡിസംബറിൽ ഭാഗ്യസ്മരണാർഹനായ ഡാനിയേൽ മാർ ഫിലിക്സിനോസ് കാലം ചെയ്തതോടുകൂടി ഭദ്രാസനത്തിന്റെ പൂർണ്ണസമയ ഉത്തരവാദിത്തം വഹിക്കേണ്ടി വന്ന മാർ യൗസേബിയോസിലെ പ്രതിബദ്ധതയുടെ കൈവഴികൾ തുറക്കുകയായിരുന്നു. തന്റെ മുൻഗാമിയായ പുത്തൻകാവിൽ കൊച്ചുതിരുമേനി തുടങ്ങിവെച്ച സെയിന്റ് ബേസിൽ ദയറ പ്രസ്ഥാനം സമർപ്പിതരായവരിലൂടെ വളർത്തിയെടുക്കുവാൻ അഭിവന്ദ്യ തിരുമേനിക്ക് സാധിച്ചു. മലങ്കരയുടെ സ്വർഗീയ കിന്നരമായ CP ചാണ്ടിസാറിനെ പോലെയുള്ളവരുടെ സാന്നിധ്യം ബേസിൽ ദയറായെ പ്രചോഭിതമാക്കി. തുമ്പമൺ ഭദ്രാസന മെത്രാപ്പോലീത്ത ആയിരുന്ന ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനിയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും സംതൃപ്തിയും ഉണ്ട്. അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം 1961 മുതൽ അദ്ദേഹത്തോടൊത്ത് ബേസിൽ ദേറായിൽ താമസിക്കുകയും വൈദികാവൃത്തിയിലും മറ്റ് പ്രവർത്തന രംഗങ്ങളിലും ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചെന്നുള്ളതാണ്. രണ്ടാമത് ദൈവനിയോഗത്താൽ ഈ ഭദ്രാസനത്തിൻ്റെ ചുമതലക്കാരനായി വന്നു എന്നുള്ളതാണ്.
അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി അനേകർക്ക് മാതൃകാപരമാണെന്നുള്ളത് ഒരു വലിയ സത്യമാണ്. വൈദികരോടും വിശ്വാസികളോടും വിശിഷ്യ വിദ്യാർത്ഥികളോടുമുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സഭയെക്കുറിച്ചൊരു വലിയ പ്രതീക്ഷയും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രേരണയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി കൊണ്ട് നമുക്ക് ഏവർക്കും ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സഭയുടെ ഭാവിയെ ലക്ഷ്യമാക്കി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നും വിശകലനം ചെയ്യുമ്പോൾ എത്ര ഏറെ ദീർഘദൃഷ്ടിയോടും ദൈവഭക്തിയോടും ദൈവസ്നേഹത്തോടും കൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ മാധ്യമത്തിൽ കൂടി വരും തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി, പ്രത്യേകിച്ച് സഭാ ജീവിതശൈലി, സഭാ ശുശ്രൂഷ ശൈലി നമുക്ക് മാതൃകയാക്കുവാനും അനുകരിക്കുവാനും സാധിക്കും. അങ്ങനെ ഈ വലിയ സംരംഭം വരും തലമുറയ്ക്ക് ഏറ്റവും മാതൃകയായി തീരട്ടെ. അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ഏവരെയും ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ അനുമോദിക്കുകയും ഈ പ്രവർത്തനം അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നോക്കുക, ഇവരെത്ര സന്തോഷവാന്മാരാണെന്ന്. ഇവരുടെ മാതാപിതാക്കൾക്കായിരിക്കും കൂടുതൽ ആഹ്ലാദം. സമൂഹത്തിൽ തിരസ്കൃതരായ ഒരു പറ്റം കുട്ടികളുടെ ഈ ഉല്ലാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തത് മറ്റാരുമല്ല, നമ്മുടെ കഥാപുരുഷൻ തന്നെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ ബുദ്ധിവൈകല്യത്തിൻ്റെ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രകാശധാര സ്കൂൾ വിജയകരമായ 10 വർഷങ്ങൾ പൂർത്തീകരിക്കുന്നു. ഭാഗ്യസ്മരണാർഹനായ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനിയുടെ 70ാം ജന്മദിനത്തിൽ 1999 ജൂൺ 16-ാം തീയതി സമൂഹത്തിന് സമർപ്പിച്ച ഈ സ്കൂളിൽ 66 വിദ്യാർത്ഥികൾ പഠിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ബോയ്സ് ബോർഡിങ്ങിൽ 30 ആൺകുട്ടികളും സെൻറ് മേരീസ് കോൺവെൻറ്റിൻ്റെ ചുമതലയിലുള്ള ബാലികാ സ്നേഹഭവനിൽ 15 പെൺകുട്ടികളും താമസിക്കുന്നു. മരവിച്ച കുഞ്ഞു മനസ്സുകളിൽ അധ്വാനത്തിന്റെയും സേവനത്തിന്റെയും പാഠങ്ങൾ. വേസ്റ്റ് തുണി നിർമ്മാണം, കരകൗശലപ്പണികൾ, മെഴുകുതിരി നിർമ്മാണം. മരവിച്ച മനസ്സുകൾ ക്രിയാത്മകമാകുന്നു. സ്വയം തൊഴിൽ പദ്ധതികൾ. ചികിത്സാ സഹായം, ഭവന സഹായം, വിവാഹ സഹായം. എണ്ണമറ്റ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ സുവിശേഷത്തിന്റെ സ്നേഹവും കരുണയും. നിരയെങ്ങനെ നീളുന്നു. അവനല്ലോ ജീവനെ നൽകിയത്, പാവങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയത്, പാവങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയത്. മുഖത്തെ ചുളിവുകൾ വിനയായി മാറുന്ന വാർദ്ധക്യം. നരച്ച തല അവഹേളനവും. മൗർ യൗസേബിയോസിന്റെ ഉള്ളിലൂറിയ സ്നേഹത്തിന്റെ മറ്റൊരു വഴി. മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനം. സ്ത്രീ ശാക്തീകരണവും സുസ്ഥിര വികസനവുമൊക്കെ പ്രചാരം നേടുന്നതിന് മുൻപ് തന്നെ അന്താരാഷ്ട്ര ചിന്തകളിൽ നിന്നൊഴിഞ്ഞ ഈ കൊച്ചു പട്ടണത്തിൽ അതിൻ്റെ സ്പന്ദനങ്ങളുണ്ടായി. ഇടവക തലത്തിലും ഭദ്രാസന തലത്തിലും
സ്വയം തൊഴിൽ പദ്ധതി ഉറപ്പുവരുത്തി തുടങ്ങിവെച്ച വികാസ് ടൈലറിംഗ് സ്കൂളും നവജ്യോതി വനിതാ സംരംഭക യൂണിറ്റുകളും. അടുക്കളയിൽ അധ്വാനിച്ച കരങ്ങൾ വിപണി കൈയടക്കുന്ന കാഴ്ച. സഭയുടെ വളർച്ച സമർപ്പിതരിലൂടെ എന്ന ആപ്തവാക്യത്തെ മുൻനിർത്തി പ്രവർത്തനോന്മുഖ ജീവിതം നയിക്കുന്ന സന്യസ്തർ. പ്രാർത്ഥനയും പ്രവർത്തനവും രണ്ട് കരങ്ങളാണെന്ന് വിശ്വസിച്ച് അതിനായി ഉത്സാഹിക്കുന്നവർ. ഭദ്രാസനത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ ഇവരിൽ നിക്ഷിപ്തമാണ്. ബേസിൽ ദയറായെ പരിപോഷിപ്പിച്ച ഈ നൈഷ്ഠികൻ പ്രകൃതിസുന്ദരമായ തണ്ണിത്തോട്ടിൽ മറ്റൊരു ആശ്രമം തുടങ്ങിവെച്ചു. സന്യാസ പട്ടക്കാരനായ ഫാദർ P.A. ശമുവേൽ ഇഷ്ടദാനമായി നൽകിയ ഭൂമിയിൽ ആശ്രമവും അതിനോട് ചേർന്ന് ഒരു ബാലഭവനവും. ഭദ്രാസനത്തിനു വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ അദ്ദേഹത്തിന്റെ അധ്വാന ഫലമാണ് പത്തനംതിട്ടയുടെ ഹൃദയഭാഗത്തുള്ള മാർ ഫിലിക്സിനോസ് മന്ദിരവും അനുബന്ധ യൂണിറ്റുകളും. ബുക്ക് ഷോപ്പ്, ടൈലറിംഗ് സ്കൂൾ, കൗൺസിലിംഗ് സെന്റർ. മൈലപ്രായിലെ മാർ ഫിലിക്സിനോസ് ITC ഇതിൽ എടുത്തു പറയേണ്ട സ്ഥാപനമാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി പ്രവർത്തിച്ച അദ്ദേഹം സഭയുടെ വിവിധ പ്രസ്ഥാനങ്ങളുടെ നായകത്വം വഹിച്ചിട്ടുണ്ട്. മലങ്കര സഭയുടെ ഔദ്യോഗിക മാസികയായ മലങ്കര സഭാ മാസികയുടെ പ്രസിഡന്റായിരുന്നു അഭിവന്ദ്യ തിരുമേനി. എണ്ണമറ്റ അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ, സംവാദങ്ങൾ, എക്യുമെനിക്കൽ പ്രവർത്തനങ്ങൾ, കാലത്തെ വകവയ്ക്കാതെ ഓടി നടന്ന നിഷ്ണാതൻ. മലങ്കരയുടെ മഹിതാചാര്യനായി ഓടി നടക്കുമ്പോഴും ഒരു കുടുംബസ്നേഹം തന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. മാസത്തിലൊരിക്കൽ പതിവ് തെറ്റിക്കാതെ ആ കുടുംബത്തിലേക്ക് അദ്ദേഹം ഓടിയെത്തുമായിരുന്നു. ചിലപ്പതികാരവും തിരുക്കുറളും മന്ത്രങ്ങൾ ഉതിർക്കുന്ന തമിഴകത്തിന്റെ സ്വന്തം മണ്ണിലെ പുണ്യഭൂമി കോയമ്പത്തൂർ തടാകം ആശ്രമം. പടിഞ്ഞാറൻ ആത്മീയതയിൽ നിന്നും ദൂരങ്ങൾ താണ്ടിയെത്തി ഭാരതമണ്ണിൽ അലിഞ്ഞു ചേർന്ന ബിഷപ്പ് പെക്കൻഹാം വാൽഷും പത്നി ക്ലാരയും. മലകളാൽ ചുറ്റപ്പെട്ട് നടുവിൽ ഒരു തടാകം പോലെ ശാന്തവും ദീപ്തവുമായ ഒരാശ്രമം. ഇന്നിവിടെ കാണുന്ന ആശുപത്രിയും അനുബന്ധ സംവിധാനങ്ങളും സ്കൂളും ബാലഭവനം ഇതിന്റെ തന്നെ ശാഖയായ മണ്ണാർക്കാടിനടുത്തുള്ള തെങ്കര ആശ്രമവും മറ്റു കെട്ടിടങ്ങളുമൊക്കെ അഭിമന്യ തിരുമേനിയുടെ താൽപര്യത്താൽ സ്വദേശത്തും വിദേശത്തുമുള്ള സുമനസ്സുകൾ കൈയയച്ചു നൽകിയ നേർച്ചകളുടെ ബാക്കിപത്രമാണ്. ഈ മണ്ണിൽ വീണുറങ്ങാൻ അദ്ദേഹം കൊതിച്ചിരുന്നു. ദശാംശം നീക്കിവെക്കുന്നത് റെയിൽവേയിൽ തുടങ്ങിയതാണ്. ഇതാ ആ കാലത്തെ മണി ഓർഡർ കൂപ്പണുകൾ.
ചിട്ടയായ ആരാധന. കൃത്രിമത്വമില്ലാത്ത സ്വരം. സമയനിഷ്ഠ. മാലാഖമാർ ചേർന്ന് പാടിയ കീർത്തനങ്ങൾ. വേറിട്ട വ്യക്തിയായിരുന്നു അഭിമന്യ തിരുമേനി. സഭയെ കൊണ്ടല്ല, സഭയ്ക്കു വേണ്ടി ജീവിച്ച മുനിശ്രേഷ്ഠന്റെ സാമ്പത്തിക ചുരുക്കെഴുത്തുകൾ ഇങ്ങനെ. പൊതുപ്രവർത്തകന്റെ സുതാര്യത വെളിവാക്കുന്ന വിൽപത്രം. സമ്പാദിച്ചതും നേടിയതും എന്തൊക്കെയെന്ന് അദ്ദേഹത്തിന്റെ വിൽപത്രം വെളിപ്പെടുത്തുന്നു. ഇഷ്ടക്കേടുകളെ തർജ്ജനം ചെയ്യുവാനുള്ള ആത്മധൈര്യം ഉള്ളിൽ സൂക്ഷിച്ച മാർ യൂസേബിയോസ്. നന്മയുടെ വഴികളെ എവിടെ കണ്ടാലും പ്രോത്സാഹിപ്പിച്ചിരുന്ന പ്രോത്സാഹകൻ. സൗഹൃദങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ബന്ധിച്ചിരുന്ന സുമനസ്. പേര് ചൊല്ലി ആടുകളെ വിളിച്ചിരുന്ന വാത്സല്യ പിതാവ്. വലിയ ശബ്ദവും പുറമോടികളും ഉള്ളിലെ ശൂന്യത വിളിച്ചറിയിക്കുന്നു എന്ന് കരുതിയ ഒരസാധാരണക്കാരൻ. കപടതയുടെ മുഖവും ഭക്തിയുടെ വ്യാജനാണയവും നന്നായി തിരിച്ചറിഞ്ഞിരുന്ന ദൈവഭക്തൻ. ഇനിയും എത്ര പറഞ്ഞാൽ തീരും ആ വിശുദ്ധ നാമത്തിനുള്ള വിശേഷണങ്ങൾ. തനിക്ക് ശരിയെന്ന് തോന്നുന്നവ ആരുടെ മുമ്പിലും മറച്ചു വയ്ക്കാതെ വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു. വിശ്വസ്തതയിൽ നിന്നും ഒരൽപ്പം പോലും വ്യതിചലിക്കാതെ സഭയുടെ പാളങ്ങളിൽ കൂകിപ്പാഞ്ഞ ആ കർമ്മനിരതന്റെ ജീവിതത്തിലേക്ക് ഉടയവന്റെ ഒരു ഗ്രീൻ സിഗ്നൽ, മറ്റൊരു ലോകത്തിലേക്ക്. രോഗബാധിതനായി വെല്ലൂരി